നമ്മൾ വൺസ് ഇതിനകത്ത് എന്തോരം രൂപ മുടക്കുന്നുണ്ടോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നേഴ്സിൻ്റെ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. നമ്മുടെ എംപ്ലോയർ നമുക്ക് റീംബേഴ്സ് ചെയ്ത് തരും. അവർ തന്നെ പറയുന്നുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് വിത്തൗട്ട് 3 ലക്ഷം നമ്മൾ കൊടുക്കണം. പിന്നെ അതിന് പുറമെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം. ഇവിടെ അറ്റസ്റ്റേഷന് വേണ്ടി നമ്മൾ ട്രിവാൻഡ്രത്ത് പോകണമായിരുന്നു, ട്രിവാൻഡ്രം ഗോയത്തേൽ പോകണമായിരുന്നു. അപ്പം അതിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പൈസ മുടക്കുന്നത്. അതെന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല ഈ അറ്റസ്റ്റേഷൻ ചെയ്യുന്നത്. ഒന്നിനും ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. ഓക്കെ, നമ്മൾ ഒറിജിനലാണ് ഈ കൊടുക്കുന്നത്, അറ്റസ്റ്റേഷൻ്റെ ഒറിജിനൽ. പക്ഷേ അത് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. സ്റ്റിൽ ഇന്നും നമുക്കത് തിരിച്ചു കിട്ടിയിട്ടില്ല. ആ പൈസ എന്തായി, നമുക്ക് വളരെ വേസ്റ്റ് ആയി പോയി. ഹലോ സുസാമി, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശില്പയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ജർമ്മനി എന്ന സ്വപ്നം, ഇന്ന് എവിടെ വരെ ആയി കാര്യങ്ങൾ? ഇന്നിപ്പം എൻ്റെ ജർമ്മൻ പ്രോസസ്സിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ ഏറെക്കുറെ ഞാനൊരു അച്ചീവ്മെൻറ്റിൽ എത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, കാരണം ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ്, അതായത് നമ്മുടെ ആ ഒരു വിസ നമ്മുടെ കയ്യിൽ കിട്ടാനായിട്ടുള്ള ആ ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, അതൊരു പോസിറ്റീവ് ആണെങ്കിൽ നമുക്കിനി ഷുവറായിട്ടും ഒരു വിത്തിൻ 2 വീക്സ് കൊണ്ട് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാം, മൈഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഹാപ്പി മൊമെൻറ്റിലാണ് കറൻ്റ്ലി ഞാനിപ്പോൾ ഇരിക്കുന്നത്. ജർമ്മനി എന്ന സ്വപ്നം എപ്പോഴാണ് മൈൻഡിൽ ഉണ്ടായത്? നഴ്സിംഗ് പഠിക്കുന്ന സമയത്താണോ, അല്ലെങ്കിൽ ആ പോയിന്റിൽ ജർമ്മനിയിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി അറിയുന്ന പോയിന്റ് എപ്പോഴായിരുന്നു? അത് മുതൽ ജർമ്മനിയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്ന മൊമെന്റ് വരെ ആ ഒരു ജേർണി എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഈ ജർമ്മൻ പ്രോസസ്സിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ജർമ്മനീനെ പറ്റി ഒരു ധാരണയുള്ള ഒരാളായിരുന്നില്ല. ഓക്കെ, കാരണം ഇപ്പം എല്ലാവരെയും പോലെ തന്നെ ഇപ്പം ആസ് എ നേഴ്സ് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ, ലൈക്ക് എബ്രോഡ് പോകണം, എസ്പെഷ്യലി എബ്രോഡ് പോകണം. ഓക്കെ, അപ്പം എൻ്റെയൊക്കെ ഒരു 2021 ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ആ ടൈമിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ യു കെ ആ ഒരു ബോർഡുകൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കാണുന്ന ജർമ്മൻ ബോർഡുകൾ ഇരിക്കുന്ന സ്ഥലത്ത് പലയിടത്തും ശരിക്കും പറഞ്ഞാൽ അന്ന് OET IELTS എന്നായിരുന്നു. ഓക്കെ, അപ്പം അന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ആഗ്രഹമുള്ളത് എനിക്കിങ്ങനെ UK പോകണമെന്നായിരുന്നു. ഓക്കെ, അപ്പം ആ ടൈമിലൊക്കെ ഞാൻ ഈ ട്രിപ്പിൾ വിൻ പ്രോഗ്രാം ഒക്കെ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടു തുടങ്ങുന്നത്. ലൈക്ക് ഇങ്ങനെ നേഴ്സുമാരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നൊക്കെ. അന്നേരം ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക, അന്നേരം ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ പറഞ്ഞ് കളിയാക്കിയിട്ടുമുണ്ട്. ലൈക്ക് എങ്ങനെ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കും, ഇംഗ്ലീഷ് തന്നെ നമ്മൾ പെടാപ്പാട് പെടുകയാണ്, പിന്നെ എങ്ങനെ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത്? അപ്പം അതിലേക്ക് ഞാൻ എത്തിപ്പെടുമെന്നുള്ളൊരു ധാരണയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കില്ലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇതൊക്കെ കഴിഞ്ഞു, ലൈക്ക് നമ്മുടെ ഈ ഒരു ഡിഗ്രി കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം OETക്ക് കയറി. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്, അതിലും ബിലോ മിഡിൽ ക്ലാസ് എന്നാണ് ഞാൻ വരുന്നത്. അപ്പം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടൈമിൽ അവരെനിക്കൊരു ചാൻസ് തരുന്നുണ്ട്. UK ആ ഒരു OET എഴുതാനായിട്ടൊരു ചാൻസ് തന്നു. അപ്പം മാക്സിമം ഞാൻ എൻ്റെ എഫേർട്ട് അതിൽ കൊടുത്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിലെനിക്കൊരു റൈറ്റിങ്ങിൽ ഒരേ ഒരു മാർക്കിനാണ് പോയത്. പക്ഷേ ആ ടൈമിൽ എനിക്കുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, നീ എഴുതണം. ഓക്കെ, എനിക്ക് 1 മാർക്കിനാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ 1 മാർക്കൊക്കെ പോയ ആൾക്കാർ എഴുതി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് പെട്ടെന്ന് പാസ്സായി പോകാനൊക്കെ പറ്റും. അപ്പം പക്ഷേ ആ ടൈമിൽ എനിക്ക് എൻ്റെ വീട്ടിൽ ഒന്നുകൂടെ പൈസ തരുമോ എന്ന് ചോദിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അതായത് ഒരു സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദറിന് ആ സമയത്ത് ഇച്ചിരി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പം എസ്പെഷ്യലി അതുകൊണ്ട് തന്നെ ഫുൾ ഫാമിലി സപ്പോർട്ടുള്ള ഒരാളാണ് ഞാനെന്ന് പറഞ്ഞാലും നമുക്ക് ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല, ഒന്നുകൂടെ എഴുതിക്കോട്ടെ. അതെൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ട് എന്ത് ചെയ്തു, ഇനി എൻ്റെ ഫാമിലീനെ നോക്കണ്ടേ, എൻ്റെ അച്ഛനൊക്കെ എന്നെ നോക്കിയതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യണം, ഇനി എൻ്റെ ഫാമിലിനെ ഞാൻ നോക്കണം എന്നൊരു ആഗ്രഹം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ ജോലി കയറി. ഓക്കെ, അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലെ ജോലിയായിട്ട് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ എന്നാലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ജോലിയിൽ നമുക്കൊരു ചിറക് വെക്കണം. കാരണം 6 മണിക്കൂർ ഡ്യൂട്ടി ഉള്ളെങ്കിലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 6 മണിക്കൂർ കൊണ്ട് തീരാൻ പറ്റുന്നൊരു പണിയൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഓവർ കൊടുക്കണം, മെഡിക്കേഷൻസ്, അതിന് പുറമെ ഡോക്യുമെൻറ്റേഷൻ, അത് എസ്പെഷ്യലി ഒരു ഇച്ചിരി ചടങ്ങ് പിടിച്ചൊരു പണിയാണ് എല്ലാ നഴ്സുമാർക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ പോകും തോറും ഒരു ഫേസിൽ എനിക്ക് മനസ്സിലായി, ലൈക്ക് നമുക്ക് ആ കിട്ടുന്ന പൈസ കൊണ്ട് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ ഫാമിലിനെ എനിക്ക് നല്ല രീതിയിലൊന്നും നോക്കാൻ പറ്റുകയില്ല. ഓക്കെ, കാരണം നമുക്ക് ഞാൻ ഫ്രഷറായിട്ട് കയറുന്ന സമയത്ത് എനിക്ക് ആദ്യം തുടക്കത്തിൽ കിട്ടിക്കൊണ്ടിരുന്നത് 12,000 രൂപ, 12K rupees ആയിരുന്നു. അപ്പം അത് വെച്ചിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു രൂപ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു കൊടുക്കാം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കായിട്ടെടുത്ത എഡ്യൂക്കേഷണൽ ലോൺ ഉണ്ടല്ലോ, അത് നമ്മുടെ ഫാമിലിയിലേക്കല്ല പോകുന്നത്. 5,000 രൂപ എല്ലാ മാസം എന്ത് ചെയ്യണം, അങ്ങോട്ടത്തേക്ക് പോകണം. അപ്പോൾ ചില മാസങ്ങളിലുണ്ടല്ലോ ഞാൻ എൻ്റെ വീട്ടുകാരോട് ചോദിക്കണം, അച്ഛനോട് ചോദിക്കണം, എനിക്കൊരു 500 രൂപ അയച്ചു തരാമോ എന്നുള്ള സിറ്റുവേഷൻ വരെ ഉണ്ടായി തുടങ്ങി. ഓക്കെ, അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടെമ്പററി
ആയിട്ട് പോലും എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതല്ല ഈ ഒരു ജോലി. അപ്പം ഇങ്ങനെ പോകാനാണെങ്കിൽ ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകത്തേ ഉള്ളൂ. അപ്പം ഒരു ഫേസിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് ബ്രേക്ക് എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, സോ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി ചെയ്യണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ടൈമിൽ എൻ്റെ അമ്മ എന്നോട് പറയുന്നത് ഈ ഒരു ജർമ്മനി പോകാൻ നല്ലൊരു ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ മതി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ പഴയ കാര്യം ചിന്തിച്ച് ഞാൻ ഫ്രണ്ട്സുമായിട്ടാണ് പറഞ്ഞത് ഈ ഭാഷ പാടാണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, സ്പോട്ടിൽ ഈ ഒരു മൊബൈലിലൊക്കെ എടുത്ത് നോക്കി എന്താണ് ഈ ജർമ്മനി. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെയാണോ, ഇനി അടുത്താണോ എൻ്റെ സ്ഥലം, ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് കേട്ട്. ഓക്കെ, അപ്പം പിന്നെ ഒന്നും ചിന്തിച്ചില്ല, എനിക്ക് എൻ്റെ ഫാമിലിനെ രക്ഷപ്പെടുത്തണം. അപ്പോൾ ഇതേ ഒരു മാർഗ്ഗമുള്ളൂ. ഉടനെ പിന്നെ ജർമ്മൻ ലാംഗ്വേജിലോട്ട് അങ്ങ് അത് ഒന്നും നോക്കാതെ അങ്ങ് എടുക്കുമായിരുന്നു. അപ്പം പ്രത്യേകിച്ച് ഈ പ്രോസസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു. സഡൻലി എടുത്തൊരു ഡിസിഷനായിരുന്നു ഈ ജർമ്മൻ ലാംഗ്വേജ്. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ള ആ ഒരു ഇതിൽ സഡൻലി ഞാൻ എടുത്തൊരു ഡിസിഷനായിരുന്നു ജർമ്മൻ ലാംഗ്വേജും ജർമ്മനി എന്ന ആ ഗോൾ. ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാലാണെങ്കിൽ തന്നെ നമുക്ക് ഈ സിനാരിയോ പറ്റി അറിയുന്ന ഒരാൾക്ക് അപ്പോൾ അവരുടെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ജർമ്മനി. ഇപ്പോൾ നേഴ്സാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണെങ്കിലോ ഇപ്പോൾ ജർമ്മനി എന്ന് പറയുന്നത് ഭയങ്കര പോപ്പുലറാണ്. എന്താണ്, വാട്ട് ഈസ് ദ റിയൽ സിനാരിയോ അബൌട്ട് ജർമ്മനി? ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ ഉള്ളതാണോ, എന്താണ് ഇത് മീൻസ് ഇതിനെപ്പറ്റി അറിയാതിരിക്കുന്ന ആൾക്കാരെ പറ്റി അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഡൗട്ട് അടിച്ചിരിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയുന്നത്? ആക്ച്വലി ജർമ്മനി എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആസ് എ നഴ്സുമാർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിപ്പം നമുക്കൊരു ആ ഒരു ചെറിയൊരു പ്രായത്തിൽ തന്നെ നല്ലൊരു ഇൻകം ഏൺ ചെയ്യാനായിട്ടും അതുപോലെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ടും ഒക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ജർമ്മനി. പിന്നെ എല്ലാത്തിലും ഒരു നല്ല വശം ഒരു ചീത്ത വശം ഉള്ളതുപോലെ ഇപ്പം നമ്മൾ പലരോടും ചോദിക്കുമ്പം പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ലൈക്ക് ഇപ്പം നമ്മൾ ചിലവരുടെ ഒരു പ്രധാന പ്രശ്നം ജർമ്മനിയിൽ ഒത്തിരി ടാക്സ് ഉണ്ടെന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പം അത് ടാക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഞാനും ഇപ്പം ഓരോരുത്തരോടും ചോദിച്ചും നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ ടാക്സ് ഒക്കെ ഉണ്ടെന്നുള്ളതും അപ്പം അത് ഓരോ പർട്ടിക്കുലർ ഇപ്പം സോഷ്യൽ ലൈക്ക് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ലൈക്ക് അതിനൊക്കെയാണ് നമ്മുടെ ഈ ടാക്സസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലൊരു ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു പ്രോസസ്സിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ നഴ്സസിന് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മൾ ₹1 പോലും ശരിക്കും പറഞ്ഞാൽ മുടക്കണ്ട. ലൈക്ക് ഇപ്പം നമ്മൾ ആദ്യം ഈ ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് നമ്മൾ ഇത്ര രൂപ നമ്മൾ മുടക്കുന്നുണ്ട്. ഓക്കെ, അതിനോടകം നമ്മളിപ്പോൾ എക്സാം എഴുതുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒത്തിരി വീഡിയോസിലൊക്കെ കാണാൻ പറ്റും, ട്രോൾ വീഡിയോസ് ഒക്കെ ഉണ്ട്. ലൈക്ക് ജർമ്മൻ പരീക്ഷ എഴുതാൻ പോകുന്നവർ ഈ ലോകമൊക്കെ മൊത്തം ചുറ്റി സഞ്ചരിച്ച് ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ കറങ്ങി നടക്കുവാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഒരു സ്റ്റുഡൻസ് ഒക്കെ എഴുതുന്നത്. അപ്പം അതിൽ ഒരു എക്സാമിനൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ 4 മൊഡ്യൂൾസിന് 25,000 ഒക്കെ അത്ര ആകുന്നതൊക്കെ ആണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. പിന്നെ എഴുതണം. അപ്പം ശരിക്കും പറഞ്ഞാൽ അറ്റേ സ്ട്രെച്ചിനൊക്കെ കിട്ടുന്നവർ വളരെ കുറവാണല്ലോ. ലൈക്ക് ഈ 4 മൊഡ്യൂൾസും കിട്ടുക. B1 ഒറ്റ സ്ട്രെച്ചിന് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് B2 എനിക്ക് ഞാൻ 2ആയിട്ടായിരുന്നു എഴുതിയത്. ലൈക്ക് ആദ്യം എനിക്ക് സ്പീക്കിംഗ് കിട്ടി, പിന്നെ ഓവറോൾ ഷ്രിഫ്ലിഷയും ടെൽക്ക് എക്സാമിന് കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ത്രൂ ഔട്ട് ഇങ്ങനെ 1-2 തവണ എക്സാം എഴുതാൻ പോകുന്നത് ഭയങ്കര എക്സ്പെൻസ് ആണ്. പക്ഷേ നമ്മൾ വൺസ് ഇതിനകത്ത് എന്തോരം രൂപ മുടക്കുന്നുണ്ടോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നേഴ്സിൻ്റെ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. നമ്മുടെ എംപ്ലോയർ നമുക്ക് റീംബേഴ്സ് ചെയ്ത് തരും. ഓക്കെ, ഞാൻ പറയുന്നത് നമുക്ക് റീംബേഴ്സ് ചെയ്ത് കിട്ടാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ VFSൽ എടുക്കുന്ന ആ ഒരു അപ് ടു ഒരു 12,000 15,000 ഒക്കെ ചിലപ്പം VFSൽ നമുക്കാവും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആ യൂറോ റേറ്റ് ഒക്കെ പോലെ ആയിരിക്കും. അപ്പം ആ ഒരു പൈസ മാത്രം നമുക്ക് തിരിച്ച് കിട്ടിയത്തില്ല, റീംബേഴ്സ് ചെയ്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സും തരത്തില്ല. പക്ഷേ എന്നാലും ഞാൻ വിചാരിക്കുന്നത് പോട്ടെ, നമുക്ക് ഇത്രയും കാര്യങ്ങളല്ലേ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത്, നമ്മൾ എക്സാം എഴുതിയത്, ഓക്കെ, ലൈക്ക് നമ്മൾ അറ്റസ്റ്റേഷൻ ഡോക്യുമെൻറ്റേഷൻ ഇതൊക്കെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ മുടക്കിയതെല്ലാം നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 12,000 15,000 നമ്മുടെ ഭാവിക്ക് വേണ്ടി മുടക്കുന്നത് അത്ര ഒരു വലിയ കാര്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം ഇത്രയാണ് മെയിൻലി എനിക്ക് ജർമ്മനീനെ പറ്റി അറിയാവുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയാം, ലാംഗ്വേജിനെ പറ്റി. ശില്പ ലാൻഡ്സ്റ്റൂട്ടിൽ എത്തുന്നതിന് മുൻപ് കുറച്ച് ടൈം ഒരു ബഫർ പീരീഡ് പോലെ ശില്പൻ്റെ കരിയറിലുണ്ട്. ശില്പ ജോലി ക്വിറ്റ് ചെയ്ത് ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം വീണ്ടും ഏകദേശം ഒരു കൊല്ലത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതെന്തായിരുന്നു, എന്തുകൊണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചത്, എന്താണ് അവിടെ, വാട്ട് ഈസ് ദ റിയാലിറ്റി? ഓക്കെ, അത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് പറഞ്ഞ കാര്യം തന്നെ പറയുവാണ്. ലൈക്ക് എനിക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. ഓക്കെ, ഒന്നും തന്നെ ജർമ്മൻ നേഴ്സിങ്ങിൻ്റെ അല്ലെങ്കിൽ നേഴ്സുമാരുടെ ആ ഒരു പ്രോസസ്സിങ്ങിനെ പറ്റി എനിക്ക് ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. അപ്പം ആ ഒരു സീറോ നോളജ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലാംഗ്വേജ് എടുത്തത് തന്നെ. അപ്പം എന്നാലും എനിക്കൊരിതുണ്ട്, എനിക്കിത് പഠിക്കണം. ഓക്കെ, എനിക്ക് ഈ ലാംഗ്വേജിൽ നല്ല രീതിക്ക് ഇംഗ്ലീഷൊക്കെ എങ്ങനെ കൈകാര്യം ഓരോരുത്തർ ചെയ്യുന്നു അതുപോലെ തന്നെ എനിക്ക് ഈ ലാംഗ്വേജ് അച്ചീവ് ചെയ്തെടുക്കണമെന്ന് എനിക്കൊരാഗ്രഹം
ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് സെലക്ട് ചെയ്തത്. അപ്പം ഞാൻ അപ്രോച്ച് ചെയ്ത ഏജൻസി എന്ന് പറയുന്നത് അവർ നമ്മളോട് തുടക്കത്തിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ല. അപ്പം അവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് 3 ലക്ഷം രൂപയാകും ഈ ഒരു ജർമ്മൻ പ്രോസസ്സിങ് നമ്മൾ വൺസ് അവിടെ ചെല്ലുന്നിടം വരെ എല്ലാം കൂടെ കൂട്ടി, പക്ഷേ വിത്തൗട്ട് ഈ ഒരു ടിക്കറ്റ് ചാർജ്, ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ്. അപ്പം അവർ തന്നെ പറയുന്നുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് വിത്തൗട്ട് നമുക്ക് 3 ലക്ഷം, വേറെ 3 ലക്ഷം നമ്മൾ കൊടുക്കണം. പിന്നെ അതിന് പുറമെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം. ഓക്കെ, ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം, നമ്മൾ തന്നെ ആ ഒരു പൈസ എല്ലാം ഫൈൻഡ് ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പം അങ്ങനെയായിരുന്നു ആദ്യം അവർ അപ്രോച്ച് ചെയ്തത്. പക്ഷെ നമുക്കൊന്നും അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ ഇത്രയും രൂപ നമ്മൾ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഒരു B1 ഒക്കെ പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ പ്രോസസ്സിങ്ങിനുള്ള പേപ്പറുകളും നമ്മൾ കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുകയും ഓരോന്നൊക്കെ ചെയ്തു. അപ്പം നമുക്ക് പൈസ കണ്ടുപിടിക്കണമല്ലോ, ഈ 3 ലക്ഷം കൊടുക്കണം, നമ്മുടെ കയ്യിലില്ല, ഓൾറെഡി പറഞ്ഞു ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ട്. അപ്പം അച്ഛൻ എന്ത് ചെയ്തു, ബാങ്കിൽ ലോൺ എടുത്തു. ഓൾറെഡി എനിക്ക് എഡ്യൂക്കേഷണൽ ലോൺ ഉണ്ട്. ഓക്കെ, അതിന് പുറമെ നമുക്കൊരു രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണല്ലോ എന്ന് കരുതിയിട്ട് 3 ലക്ഷമൊക്കെ നമ്മൾ ലോൺ എടുത്തിട്ടു. പക്ഷേ എൻ്റെ ഒരു ലക്കെന്ന് പറയട്ടെ, അത് എടുത്തില്ല, അത് നമ്മൾ അതിനകത്ത് നിന്ന് എടുത്തില്ല. പക്ഷെ വൺസ് നമ്മൾ എഡ്യൂക്കേഷണൽ ലോണൊക്കെ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എടുത്തിട്ടില്ല. ഓക്കെ, പക്ഷേ എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ത് ചെയ്യണം, നമ്മൾ തൊട്ടടുത്ത മാസം മുതലേ നമ്മളതിൻ്റെ പലിശ അടച്ചു തുടങ്ങണം. ഓക്കെ, പക്ഷെ എൻ്റെ എന്തോ ഒരു ലക്ക് കൊണ്ട് അത് എടുത്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് അതുവഴി ഒരു പ്രശ്നം നമുക്ക് പിന്നെ വന്നില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ തുടക്കത്തിൽ അവർ ഭയങ്കര നല്ല മോഹന വാഗ്ദാനങ്ങളാണ്, ലൈക്ക് ഇത്ര നാൾ കൊണ്ട് നമ്മളെ വിടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം ആദ്യം എന്ത് ചെയ്തു, ആദ്യം പൊതുവേ നമ്മുടെ ഒരു പ്രോസസ്സിങ്ങിൽ ആദ്യം വരുന്ന ഒരു സംഭവമാണ് ഡോക്യുമെന്റേഷനും അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഏജൻസീസ് തന്നെയാണ് നമുക്ക് ചെയ്തു തരുന്നത്. പക്ഷെ ഇവിടെ അറ്റസ്റ്റേഷന് വേണ്ടി നമ്മൾ ട്രിവാൻഡ്രത്ത് പോകണമായിരുന്നു, ട്രിവാൻഡ്രം ഗോയത്തേൽ പോകണമായിരുന്നു. അപ്പം അതിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പൈസ മുടക്കുന്നത്. അപ്പോൾ അന്ന് ആ ടൈമിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു 10,500 രൂപയായി നമുക്ക് ഓരോ പേപ്പർ, അത് പെർ പേപ്പർ എനിക്ക് തോന്നുന്നത് അന്ന് 2,500 അങ്ങനെ എങ്ങാണ്ട് വെച്ചിട്ട് എനിക്ക് 10,500 രൂപയായിരുന്നു എൻ്റെ ആ ഒരു അറ്റസ്റ്റേഷന് വേണ്ടി മാത്രം. അതെന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല ഈ അറ്റസ്റ്റേഷൻ ചെയ്യുന്നത്, ഒന്നിനും ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. ഓക്കെ, അപ്പം ഇത് വേണം, ഓക്കെ ഇത് ഇന്ന കാര്യത്തിനാണെന്ന് പറഞ്ഞു, അറ്റസ്റ്റേഷനും ഡോക്യുമെൻറ്റേഷനും ആണെന്ന് പറഞ്ഞിട്ട് ഇന്നത് ചെയ്യണമെന്നും പറഞ്ഞു, തിരുവനന്തപുരത്ത് പോയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇതല്ലാതെ വേറെ ബഷീഡിനാന്ന് പറഞ്ഞ് ഓക്കെ ആദ്യം കുറച്ച് പൈസ അടയ്ക്കാൻ പറഞ്ഞു. അപ്പം ഒരു കാര്യം ആലോചിക്കണം, ആദ്യം പ്രോസസ്സിങ്ങിൽ ചെയ്യേണ്ട ഒരു കാര്യം അറ്റസ്റ്റേഷൻ ഡോക്യുമെന്റേഷനാണ്, അതിനുശേഷമേ ഉള്ളൂ നമ്മുടെ ബഷീഡ് സബ്മിഷൻ വരുള്ളൂ. അതും ബഷീഡ് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു എംപ്ലോയർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടണം, എന്നാലേ ഉള്ളൂ നമുക്ക് ബഷീഡ് സബ്മിറ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. പക്ഷേ നമ്മളോട് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ബഷീഡിനുള്ള പൈസ അടയ്ക്കണം, ബഷീഡിനുള്ള പൈസ. അപ്പം നമുക്കറിയത്തില്ല, ഓക്കെ ബഷീഡിനുള്ള പൈസ അടയ്ക്കണം. അന്ന് എനിക്ക് തോന്നുന്നത് അപ്പം തന്നെ ഒരു 25 രൂപയോളം കൊണ്ടുവന്ന് നമ്മൾ കൊടുത്തു ആ ഒരു ടൈമിൽ. ഓക്കെ, പിന്നെ നമുക്കെല്ലാം ഒരു അതിൻ്റെ ഉള്ള ആ ഒരു എവിഡൻസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, ലൈക്ക് അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പം ബഷീഡ് കഴിഞ്ഞിനി പ്രോപ്പർ എന്തോ എംപ്ലോയറിൻ്റെ ഇൻ്റർവ്യൂ തരുമെന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ബഷീഡിനുള്ള ഫോമും ഒക്കെ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ബഷീഡ് നമുക്ക് ഒരു 4 തൊട്ട് 5 മാസം വരെ എടുക്കും. അത് എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ കൂടി വന്ന ഒരു 5.5 അല്ലെങ്കിൽ 4.5 മാസമൊക്കെ വരുള്ളൂ. അത് ഡിപ്പെൻസ് അപ്പോൺ ഓരോ സ്റ്റേറ്റ്സ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ പോകെ അറ്റസ്റ്റേഷൻ ഞങ്ങൾ ചെയ്തുകൊണ്ട് കൊടുത്തു. അപ്പം 10,500 രൂപ അതിൻ്റെ നമുക്ക് ഈ ആ ഒരു സ്ലോട്ട് കിട്ടാൻ തന്നെ കുറച്ച് പാടാണ് ഈ ട്രിവാൻഡ്രത്തെ ഇതൊക്കെ. അപ്പം എന്ത് ചെയ്തു, അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് കൊടുത്തു. അതും വെച്ചിട്ടാണ് ബഷീഡിന് ഇവർ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ബഷീഡിനൊക്കെ സബ്മിറ്റ് ചെയ്ത്, പക്ഷേ നമ്മൾ ഒറിജിനലാണ് ഈ കൊടുക്കുന്നത്, അറ്റസ്റ്റേഷൻ്റെ ഒറിജിനൽ. പക്ഷേ അത് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല, സ്റ്റിൽ ഇന്നും നമുക്കത് തിരിച്ചു കിട്ടിയിട്ടില്ല. ആ പൈസ എന്തായി, നമുക്ക് വളരെ വേസ്റ്റായി പോയി. പിന്നെ അത് കഴിഞ്ഞ് ബഷീഡ് സബ്മിറ്റ് ചെയ്തു. അപ്പം ഈ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ലൈക്ക് നമ്മൾ അവരോട് ചോദിക്കണം, ഇത്രയും പൈസ മുടക്കിയിട്ടും നമ്മൾ വിചാരിക്കും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെ ഒരു ഇതില്ല. ലൈക്ക് നമ്മൾ ചോദിക്കണം അത് അയച്ചോ, ബഷീഡിന് അയച്ചോ, ഓക്കെ റിപ്ലൈ വന്നോ, ഇതെല്ലാം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ തിരക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളെ വിളിക്കുന്നതിന് നമുക്കൊരിതില്ലേ, ലൈക്ക് അവർക്ക് എന്ത് തോന്നുന്നു നമുക്കൊരിതുണ്ട്. ഓക്കെ, ഒരു ഫേസ് നമ്മൾ അങ്ങനെ വരെ പരാതികൾ കേട്ടിട്ടുണ്ട്, ലൈക്ക് അവരുടെ സൈഡിൽ നിന്ന് തന്നെ. ലൈക്ക് അതായത് ഇയാള് ഒരു ദിവസം തന്നെ ഇത്ര നമ്മൾ വിളിക്കുക എടുക്കുകയില്ല,
ചില സമയം എടുത്തൊരു റെസ്പോൺസേ നമുക്ക് തരൂല. ഓക്കെ, നമ്മൾ ഇത്രയും പൈസ മുടക്കുന്നില്ല ആ ഒരു രീതിക്കല്ലേ നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ഞാനും എൻ്റെ അച്ഛനും കൂടെ മാറി മാറി ഒരു ദിവസം അച്ഛൻ വിളിക്കും, ദെൻ ട്യൂസ്ഡേ ഞാൻ വിളിക്കും. ഒരു ടൈം ടേബിൾ മോഡലാക്കി ഞങ്ങൾ അവരെ വിളിക്കുന്നത്. ഓക്കെ, പക്ഷേ എടുക്കത്തുമില്ല. ഓക്കെ, ഇങ്ങനെ എന്നിട്ട് ഏറ്റവും അവസാനം പിന്നെ നമ്മൾ അങ്ങനെ വരെ ഒരു പരാതി കേട്ടു, ലൈക്ക് എന്താണ് ഇങ്ങനെ എപ്പോഴും വിളിക്കരുത്, നമുക്ക് വേറെ കാൻഡിഡേറ്റ്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, എന്നാലും നമ്മൾ പൈസ മുടക്കുന്നതിൻ്റെ ഒരു ഇത് അവർ നമ്മളോട് ആ ഒരു നീതി നമ്മളോട് ശരിക്കും പറഞ്ഞാൽ കാണിക്കണം. അങ്ങനെ ഒന്നും തന്നെയില്ല. അതായത് 4 മാസം നിങ്ങൾക്ക് കൃത്യമായ ഓർമ്മയുള്ളത് അദ്ദേഹം ഒരു എന്താ പറയുക ഷെയിമില്ലാതെ മാനിപ്പുലേറ്റ് ചെയ്തു. അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു, ലൈക്ക് ഇത് നടക്കത്തില്ല. 1 ഇയറോളം ഞാൻ ഇത് തന്നെയാണ് കേൾക്കുന്നത്. നമ്മുടെ റിലേറ്റീവ്സ്, അതുപോലെ ഇപ്പോൾ പ്രത്യേകിച്ചും ഓഫ്ലൈൻ പോയി പഠിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ എന്താണ് നൈബേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ അറിയാം. എനിക്ക് ഇതേ ഉള്ളൂ, ഈ ഒരു ഇത് ഞാൻ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചിലപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് വരത്തില്ല.